ഫ്രണ്ട്സ്, ഞാൻ ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത് കേരളത്തെ കുറിച്ചാണ്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടെടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. ഞാൻ ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത് ആ നാടിനെ കുറിച്ചാണ്. 1986 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. കിഴക്ക് പശ്ചിമഘട്ടം, പടിഞ്ഞാറ് അറബിക്കടൽ. ശാന്തമായ കാലാവസ്ഥ, കൃഷിക്കും വിനോദസഞ്ചാരത്തിന് ഉതകുന്ന ഭൂപ്രകൃതി, കായലുകളും പുഴകളും തോടും കുന്നും എല്ലാവരെയും വശീകരിക്കുന്ന പ്രകൃതി രമണീയമായ നാട്, ദൈവത്തിന്റെ സ്വന്തം നാട്. പുരാതന കാലം മുതൽ തന്നെ കലാ കായിക സാംസ്കാരിക മേഖലകളിൽ മുമ്പിലാണ് ഈ കൊച്ചുനാട്. കേരളത്തനിമ വിളിച്ചോതുന്ന കഥകളി, ഓട്ടംതുള്ളൽ എന്നീ കലാരൂപങ്ങൾ എന്നും വിദേശികളുടെ കൗതുകമാണ്. കഥകളി, കൂടിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ യുനെസ്കോയുടെ വരെ അംഗീകാരം സിദ്ധിച്ചിട്ടുള്ളതാണ്. സുഗന്ധദ്രവ്യങ്ങളുടെ കേദാരമായ എന്റെ കേരളം നാട്ടിന്റെ സമ്പത്തിൽ ആകൃഷ്ടരായ പല രാജ്യങ്ങളിൽ നിന്നും വിദേശികൾ ഇവിടെ വന്ന് നമ്മുടെ നാട് കൊള്ളയടിച്ചു. ഇവരെ നേരിടാൻ വേണ്ടി വീരത്യാഗം നയിച്ചവരാണ് വേലുത്തമ്പി ദളവാർ, പഴശ്ശിരാജ, കുഞ്ഞാലി മരക്കാർ, സാമൂതിരി തുടങ്ങിയവർ. കേരളത്തിന്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. പ്രസിദ്ധ വന്യജീവി സങ്കേതമായ തേക്കടി കേരളത്തിലാണ്. പൂരങ്ങളുടെ നാടായ തൃശ്ശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. തെങ്ങ്, നെല്ല്, റബ്ബർ, കുരുമുളക്, കാപ്പി, ഏലം, തേയില മുതലായവയാണ് കേരളത്തിലെ പ്രധാന കൃഷികൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ്. അത് നമ്മുടെ സാംസ്കാരിക ഭാഷ കൂടിയാണ്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന മതങ്ങൾ ഹിന്ദുമതം, ഇസ്ലാം മതം, ക്രിസ്തുമതം മുതലായവയാണ്. ഇന്ത്യയിലെ 8ാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് കേരളം. കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം. അത് വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ്. ഓണം, പെരുന്നാൾ, ക്രിസ്മസ് കേരളത്തിൽ ഒരുപോലെ ആഘോഷിക്കുന്നു. കവി വള്ളത്തോളിന്റെ വരികൾ നമുക്ക് ഓർക്കാം. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. നന്ദി, നമസ്കാരം.